എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കുറേശ്ശെ, അത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പാർട്ടിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്, അതൊന്നും തന്നെ ഉപേക്ഷിച്ചില്ല. പാർട്ടി പരിപാടി അതാണ് വിപ്ലവ തന്ത്രം. അതിനകത്താണ് ഇന്ത്യയിൽ അങ്ങനെ വിപ്ലവം നടത്താമെന്ന് പറയുന്നത് പാർട്ടി പരിപാടിയിലാണ്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി മെമ്പർഷിപ്പ്, അതിന് നിബന്ധനകൾ. CPM-ന്റെ പാർട്ടി ഭരണഘടനയിലെ നിബന്ധനകൾ സോവിയറ്റ് യൂണിയനിലെ പാർട്ടിയുടെ ഇതിൽ നിന്നും പ്രധാനമായും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു ശൈലിയാണ് മുന്നോട്ട്. കേന്ദ്രീകൃത ജനാധിപത്യവും ഉൾപാർട്ടി ഡെമോക്രസി അടക്കമുള്ള കാര്യം. അതിൽ ചെറിയ ഭേദഗതികളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ പാർട്ടി ഭരണഘടന, പാർട്ടി പരിപാടി, പിന്നെ 1951 പാർട്ടി ഒന്നായിരുന്നു നയപ്രഖ്യാപനമുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള എല്ലാ പാർട്ടി കോൺഗ്രസുകളുടെയും പ്രമേയം, രാഷ്ട്രീയ പ്രമേയങ്ങളിലെ ഐഡിയോളജിയും സ്ട്രാറ്റജിയും, അതായത് തന്ത്രവും അടവ്, ടാക്ടിക്സും, ഇതെല്ലാം ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, അതെല്ലാം അംഗീകരിക്കുന്നു. മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. മൂലധനം എത്ര തവണ വായിച്ചാലും മനസ്സിലാകത്തില്ല. അത് സാമ്പത്തിക വിദഗ്ധന്മാർക്കാണ് ശരിക്കും മനസ്സിലാവുക. എന്നാലും നമുക്കത് അറിയാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ഒരു ദിവസം, ഒരു മാസം 2 തവണ വായിക്കും. പല ആവശ്യമുള്ളത് വായിച്ചിട്ട് ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് മതിയാവട്ടെ. അത്ര മനോഹരമായ ഭാഷയിലാണ്. ചെറിയ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഈ ജില്ലയിൽ ഞാൻ ക്ലാസ് എടുക്കാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാവില്ല. 36 വർഷം ഞാൻ പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഈ ജില്ലയിൽ. ഇസ്ലാമേന്ദ്രമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇവിടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായി മാറ്റിയിട്ടു. മിനിസ്റ്ററൊക്കെ ആയി അതിന്റെ ജോലി തിരക്കും കാര്യമൊക്കെ വന്നപ്പോൾ 2010 ഞാനും കൂടി ഞാൻ പറയില്ല, വേറെ ആളെ വെക്കാൻ പറഞ്ഞു. 2010 മുതൽ ഞാൻ അതിന്റെ ചെയർമാനല്ല. ഇപ്പം ഞാൻ ജില്ലാ കമ്മിറ്റിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് ചെയർമാനാവാനൊക്കത്തുള്ളൂ. അങ്ങനെ പാർട്ടി എഡ്യൂക്കേഷന് വേണ്ടി ജില്ല മുഴുവൻ ഞാൻ പോയി. അതിനുവേണ്ടി വായിച്ചു, കൂടുതൽ പഠിച്ചു. പാർട്ടിക്കാരായിട്ടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഞാൻ വന്നു കാണും. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അങ്ങനെ തന്നെ സിൻസിയറായിട്ട്